നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ, യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ, യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ് നമ്മൾ പാടി ആരാധിച്ചത്. ഹല്ലേലൂയ. മക്കളെ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ഹല്ലേലൂയ. आमेन. प्रेज द लॉर्ड. तो मैं परमेश्वर को बहुत धन्यवाद देती हूँ कि बहुत ही ब्यूटीफुल सा, बहुत ही सुंदर सा लाइन्स था कि जो क्रिस्त का जो जीवन है, जो हम परमेश्वर के साथ जीवन बिताते हैं, वो क्या ही आनंदमय है. ഹല്ലേലൂയ. സൗഭാഗ്യ സൗഭാഗ്യ. How pleasant is to abide with Christ. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം പാടുന്ന, ലോകത്തിന് താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാവരും കൈവെടിഞ്ഞുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ, യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. When मैं परमेश्वर को बहुत धन्यवाद देती हूँ. यहाँ पे एक और चीज लिखा हुआ है कि यूसुफ का जो पिता परमेश्वर है, वही मेरा आधा भाग है, वही मेरे दोस्त है और मुझे हर चीज में चलाते हैं. यस, दुनिया की मदद भी हो सकती है, हमें छोड़ के चले जा सकती है, लेकिन यूसुफ का पिता हमें कभी भी छोड़ता नहीं. हालेलुया. ലോകത്തിന്റെ എന്താണെങ്കിലും നമ്മളെ കൈവിടാം, പക്ഷേ യോസഫിനെ ജയിപ്പിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട്. യെസ്. അടുത്ത ലൈൻ അതിനകത്ത് പാടുന്നു, അന്ധകാരം ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ, രാജാക്കളും നേതാക്കളും ഫ്രണ്ട്സും ഒക്കെ ശത്രുക്കളാകുമ്പോൾ. സ്വോത്ര दुनिया में जब अंधकार स्प्रेड हो जाती है, राजा भी, नेता भी, भाई भी, बहन भी, माता भी, पिता भी, हमारा दोस्त भी हो सकता है, हमारा बैरी बन जाते हैं. ലോകത്തിൽ അന്ധകാരം ഇങ്ങനെ വാഴുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ചിലപ്പം നമ്മുടെ കൂട്ടുകാരും ബന്ധക്കാരും എല്ലാവരും തന്നെ നമ്മളെ കൈവിടുമ്പോൾ അവിടെ ഒരു ദൈവമുണ്ട് നിങ്ങളെ ഓർത്ത് നിൽക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുവാൻ. ആ ദൈവമാണ് നമ്മുടെ കൂടെ. ഓർമ്മയുണ്ടോ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിന്റെ ദൈവം കൂട്ടാളിയാണെന്ന് വിശ്വസിക്കുക. क्या आप पे विश्वास है कि आग की लपटों को चीरने वाला परमेश्वर का महाशब्द हमारे हाथ को पकड़े हुए है. പറ ദൈവത്തെ നോക്കി, ഇത്ര നല്ല ഇടയൻ, ഉത്തമനായ ഒരു സ്നേഹിതൻ, ആ നിത്യനായ രാജാവ് എൻ്റെ കൂട്ടുകാരനാണെന്ന് പറ. इतना खूब
खूबसूरत चरवाहा, इतना प्यारा परमेश्वर, हम मेरा एक दोस्त है, आपका भी दोस्त है जो मुझे देख रहे हैं. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് പാടണം. എന്തിനായി ഭാരം, എന്തിനായി വ്യാകുലം? കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ പാട്ട് പാടണം. और हमें भी ये डिक्लेयर करके कहना चाहिए, हमें भी ये ऊंचे स्वर से कहना है, क्या भार, क्या क्लेश, क्या कुछ भी क्यों ना हो, मुझे परमेश्वर के स्नेह से कोई मिटा नहीं सकता, क्योंकि कोई परेशानी या भारी बोझ मुझे दबा नहीं सकता. जब व्याकुलता हमें घेर लेती है तब हमको सोदर गीत गाने का ताकत पाए. നമ്മളെ എപ്പോഴൊക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മളെ വന്ന് ടോർമെന്റ് ചെയ്യുമോ, അപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കാര്യം മാത്രം ഓർക്കണം, ഈ പാട്ട് നമ്മളെ നിലനിർത്തും. ആമേൻ. ഈ പാട്ടിന് നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായിട്ട് വന്ന ശത്രുവിനെ തമ്മിലടിപ്പിക്കാൻ അഭിഷേകമുണ്ടാകും. हमारे विरोध में आने वाले हर एक शत्रु, हर एक शक्तियां एक दूसरे के ऊपर वार करने लगेंगी. यही परमेश्वर का प्रेम और अताह वचन है. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കതിന് ഉദാഹരണമായിട്ടൊരു വചനം വായിക്കാം. चलिए हम एक वचन निकालें. റോമിയോ की पत्री रोमियो की पत्री 8वां अध्याय റോമർ 8-ന്റെ 15 to 17. 15-17 വരെ നമ്മൾ എല്ലാവരും വായിക്കാം. ഹല്ലേലൂയ. क्योंकि तुमको दासत्व की आत्मा नहीं मिली कि फिर भयभीत हो, परंतु ले पालकपन की आत्मा मिली है, जिससे हम हे पिता, हे अब्बा कहकर पुकारते हैं. आत्मा आप ही हमारे आत्मा के साथ गवाही देता है कि हम परमेश्वर की संतान है, और यदि संतान है तो वारिस भी, वरन परमेश्वर के वारिस और मसीह के संगी वारिस है, कि जब हम उसके साथ दुख उठाए तो उसके साथ महिमा भी पाए. हालेलुया. स्तोत्रम. इंग्लिश में The spirit you receive does not make you slaves so that you live in fear. Rather, the spirit you receive brought you from adoption to sonship. And if by him we cry, Abba, Father, the Spirit himself testifies with our spirit that we are God's children. And now if we are the children, then we are heirs of God, heirs with Christ, if indeed we share in his sufferings, in order that we may also share in his glory. ഹല്ലേലൂയ. ഇതിനകത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു വേർഡുണ്ട്. एक बहुत ही ज्यादा हाईलाइटेड एक वर्ड है, അതിന് സാക്ഷ്യം അല്ലെ ടെസ്റ്റിമണി എന്ന് പറയുന്നു. और इसे कहते हैं गवाही. ഹല്ലേലൂയ. നമ്മുടെ ടെസ്റ്റിമണിക്ക് ഭയങ്കര പവറാണ്. And there is a great power in our testimony. നമ്മുടെ കയ്യിൽ ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ ആ കേസ് പ്രൊസീഡിങ് ആകാൻ പോവുകയാണ്. और अगर आपके पास और मेरे पास वो बड़ी गवाही है, तो हम उस केस को जीतने जा रहे हैं. ഹല്ലേലൂയ. നമുക്കറിയാം, ഇപ്പം ഒരു ക്രൈം നടന്നാൽ പോലും और हम जानते हैं, अगर एक हादसा हुआ या कोई क्राइम हुई, അതിന് കണ്ട അല്ലെങ്കിൽ കേട്ട ഒരു സാക്ഷ്യം വേണമെന്ന് കോർട്ട് പറയും. उसमें हमेशा एक देखा हुआ या फिर कोई ना कोई गवाह, एक स्ट्रिक्ट या फिर एक ഐ വിറ്റ്നസ് ചെയ്യും. एक आई विटनेस चाहिए. ഹല്ലേലൂയ. അപ്പോഴാണ് ജഡ്ജ് അതിനെ എന്ത് ചെയ്യുന്നത്, പ്രൂഫ് ചെയ്യുന്നത്, ഈ പ്രൊസീഡിങ് തുടങ്ങുന്നത്. യെസ്, ആരെങ്കിലും കണ്ടതുണ്ട്. तभी एक जज क्या कर सकते हैं, उसे आगे तक ले जा सकते हैं, जब किसी ने उस गवाह हो या फिर उसको देखा हो. അപ്പം നമുക്ക് ആ സാക്ഷ്യത്തെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കണം. और वही गवाही के बारे में आज हम पढ़ने जा रहे हैं. സ്തോത്രം. അപ്പം നമുക്ക് വേണ്ടി ഗവാഹി ഉണ്ടെന്ന് 1 John 5:8 നമുക്ക് നോക്കാം. നമ്മളെക്കുറിച്ച് 24 hours 24/7 സ്തോത്രം സാക്ഷ്യം പറയുന്ന ആരാണെന്ന് നോക്കാം. ആദ്യം देखिए, हम यहाँ पे पढ़ेंगे पहला यूहन्ना 5:8. गवाही देने वाले 3 हैं, आत्मा, पानी और लहू, और तीनों एक ही बात पर सहमत है. The spirit and the water and the blood and the three are in agreement. We accept that we are human testimony, but God's testimony is greater than, because it is the testimony of God which has been given about his son. യെസ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്: ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെയും സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. तो यहाँ पे लिखा गया है कि गवाही 3 लोग देते हैं, आत्मा, पानी और लहू. हम और ये तीनों एक ही बात पर सहमत भी होते हैं. और यहाँ पे लिखा हुआ है कि जो मनुष्यों की गवाही है, उससे भी बढ़कर उस परमेश्वर की गवाही है, जो वो हमारे लिए हमेशा देते आए. ഹല്ലേലൂയ. എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ പറയണേ, ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം ഒരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കട്ടെ. और जैसे कि उदाहरण में आप ले लीजिए, यहाँ पे जब मैं बैठी हुई हूँ, हो सकता है मेरा कुछ चुरा लिया गया हो. ഹല്ലേലൂയ. അപ്പോൾ ആ മോഷ്ടിച്ചത് അതൊരു വലിയ കേസായി.
और वो जो इतना बड़ा चोरी बहुत बड़ा प्रॉब्लम हो गया, സ്തോത്രം. അത് കേസാകുമ്പോഴത്തേന് നമ്മുടെ അകത്ത് ദാസത്വത്തിന്റെ ആത്മാവ് കയറും. और ऐसी घटना जब हमारे सामने होती है तब दासत्व का आत्मा हम पर भी आकर वास करने लग जाता है। സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം എനിക്ക് തന്നതെന്ന്. वचन में लिखा है अब्बा पिता कहकर पुकारने वाला आत्मा आपको और मुझको दिया गया है। അപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. हमें भय खाने की जरूरत नहीं है। എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? क्यों हमें भयभीत नहीं होना है? നമ്മുടെ 10 കൂട്ടുകാർ അല്ലെങ്കിൽ 10 സഹോദരങ്ങൾ അല്ലെങ്കിൽ 10 അയലോക്കക്കാർ പറയണ ആ നീ മോഷ്ടിച്ചു എന്ന്, और आपके 10 रिलेटिव्स या आपके 10 पड़ोसी सब जब मिलकर आपसे बोलेंगे कि हाँ इसने चोरी किया है या उसने चोरी किया है, നീ ഈ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക. तुम्हें एक ही बात पर सहमत होना है कि परमेश्वर के वचन को मानना। ഹല്ലേലൂയ. അഗർ നമ്മൾ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടില്ലെങ്കിൽ और अगर हमने ऐसा कोई भी क्राइम नहीं किया है तो ഈ 3 പേര് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയും. तो ये 3 जन आपकी सहमति देंगे। 24 आवर्स हमारे लिए गवाही के लिए खड़ा हो जाएंगे. 24 घंटे आपके लिए गवाही के लिए खड़े होंगे। നമ്മൾ കണ്ടുകൊണ്ട് പെട്രോൾ പമ്പിലും ഹോസ്പിറ്റലിലും ഒക്കെ 24/7 हमेशा എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. हम हमेशा देखते हैं 24/7 कोई भी पेट्रोल पंप में जाते हैं, कहीं पे भी, हॉस्पिटल में भी कई बार होता है। എന്ന് വെച്ചാൽ ഡേ ആൻഡ് നൈറ്റ് അവിടെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. और इसका मतलब ये है कि आप रात आओ दिन आओ जब भी आओ हम जरूर यहाँ पे मिलेंगे। യേശുവചനം ഇന്ന് നിനക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ചിലരെ ആക്കിയിരിക്കുകയാണ്. देखिए आपकी गवाही देने के लिए परमेश्वर ने कुछ धर्मी जनों को आपके लिए खड़ा किया है। ഇവിടെ നമ്മളിപ്പോൾ പാട്ടുപാടി, और हमने यहाँ पे एक गीत भी गाया था, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ जब കൂട്ടാളിയാണേ. खुद का भाई खुद का पड़ोसी सबके सब खुद के जब हमारे ऊपर लात उठाने आते हैं, लेकिन आप याद करिए, स्मरण करिए उस परमेश्वर जो यूसुफ के साथ था, वही परमेश्वर मेरे और आपके साथ है। ഹല്ലേലൂയ. ജോസഫിന്റെ സ്വന്തം സഹോദരങ്ങൾ പോലും തനിക്കെതിരായിട്ട് സ്വത്രം സാക്ഷ്യം പറയാൻ ഒരുങ്ങി. और यूसुफ के भाई जन खुद ब खुद उसके विरोध में आकर साक्षी या गवाही देने लगे थे। ലോകത്തിന്റെ എല്ലാ താങ്ങും ചിലപ്പോൾ നമ്മൾ നീങ്ങി പോയിട്ട് നമ്മൾ വല്ലാതെ പേടിച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. और कई बार ऐसा होता है हम जीवन के नाना प्रकार की परेशानियों से और परिस्थितियों से इतने दब जाते हैं कि हम कुछ भी नहीं बोल पाते। ലോകക്കാരും വീട്ടുകാരും നമുക്കെതിരായി കാണും. दुनियादारी और हमारे परिवार घर के सारे जन हमारे विरोध में आ चुके होंगे, സിംഹക്കുഴിയിലും അഗ്നികുണ്ഡത്തിലും കിടന്ന ദാനിയേലിനെ ഓർക്കുക. लेकिन आप उन्हें स्मरण करें जो उस दलदल में था और जो उस बड़े गुफा में था जहां पर कोई उनकी सहायता नहीं कर सकते। उस दानियल को क्या आप लोग स्मरण करते हैं? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ अगर ऐसा है तो സ്വത്രം ഈ 3 പേരും നിനക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ നിൽക്കുകയാണ്. ये 3 जन आपकी सहमति देंगे, गवाही में सहमति देंगे। ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വാക്യം ഇങ്ങനെ പറയുന്നത്. और इसलिए वचन में ये लिखा भी गया है, സ്വത്രം ആത്മാവ്, आत्मा, ജലം, जल രക്തം, और लहू, ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ये तीनों की एक ही बात पर सहमति है। നമ്മൾ 3 ഇപ്പോൾ സാക്ഷ്യം പറയാൻ നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ ഒരാൾക്ക് വേണ്ടി. मान लो हम 3 जन एक इंसान के प्रति गवाही दे रहे हैं तो ഞാൻ പറയും, ഞാൻ വന്നപ്പം ഞാൻ അങ്ങനെ കണ്ടില്ല, ഇവരൊക്കെ പറയുന്ന കേട്ട് കൊണ്ടുപോയി എന്ന്. मान लो उसमें से किसी एक जन ने ऐसे कहा मैंने देखा तो नहीं था लेकिन हाँ मैंने सुना था, बाकी ये 2 जन जो कह रहे थे उसके प्रति। അടുത്ത ആളിനോട് ചോദിച്ചു, जब दूसरे जन से पूछा गया ഞാൻ വന്നപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന ആൾ കണ്ടെന്ന് പറഞ്ഞായിരുന്നു. तो अब वो दूसरा जन बोलता है एक्चुअली मैंने तो देखा तो नहीं लेकिन यहाँ पे जो खड़ा था ना सबसे पहले उसने शायद देखा होगा और उसने मुझे बताया और मैंने मान भी लिया। മനുഷ്യരുടെ സാക്ഷ്യം ഇങ്ങനെയാണ്. देखिए मनुष्यों की गवाही आपके प्रति हमेशा इधर से उधर उमड़ती रहती है, हमेशा चेंज होते रहते हैं। എന്നാൽ യേശു നമുക്ക് വേണ്ടി സാക്ഷ്യം നിൽക്കാൻ പോകുന്നത് അങ്ങനെയല്ല. लेकिन बदलने वाला परमेश्वर नहीं है, हमारा परमेश्वर एक ही बात पर सहमति देते हैं। ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ആരും ഗവാഹി പറയാനില്ലെന്ന് പറഞ്ഞ് ഭയപ്പെടരുത്. आप ये मत सोचिए कि मेरी गवाही देने के लिए कोई है ही नहीं, അത് പറഞ്ഞ് നമ്മൾ ഭയപ്പെടരുത്. और इस बात से आपको चिंतित नहीं होना है, बेफिक्र रहे। അങ്ങനെ ഭയപ്പെട്ടാൽ നമ്മൾ ദാസന്മാരാണെന്നാ പറയുന്നത്. कि अगर आप ऐसी चीजों से भय खाते हैं इसका मतलब आप दासत्व की जीवन में अपना जीवन को बिता रहे हैं, നമ്മളൊരു വീട്ടിലെ സെർവൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. और इसका मतलब ये है कि आप किसी घर में नौकर बनकर बैठे हैं। ക്യോങ്കി അവർക്ക് എപ്പോഴും ഒരു ഭയമുണ്ട്. क्योंकि उनको हमेशा एक डर लगा रहता है, ക്യോങ്കി അവർ ആ വീട്ടിലെ പുത്രന്മാരോ പുത്രിമാരോ അല്ല.
क्योंकि वो वहाँ के ना तो पुत्र है ना पुत्री है ना वहाँ के घर के कोई है. അപ്പം നമ്മൾ ചിന്തിക്കണം, എനിക്ക് തന്നിരിക്കുന്ന ആത്മാവ് ഒരു 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 സെർവൻറ്റിൻ്റെ ആത്മാവിനെ അല്ല. तब हमें याद करना है, ना मुझे कोई नौकर का, ना कोई चाकर का, ना ही कोई स्लेवरी का आत्मा दिया गया. ഡാഡി എന്ന് വിളിക്കാൻ പറ്റുന്ന പുത്രൻ്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചത്. और आपको जो आत्मा मिला है वो पुत्रत्व का आत्मा है. वो ये है, अब्बा पिता कहकर आप भी पुकार सकते हैं मेरे साथ. അതിൻ്റെ 16-ാം വാക്യം പറയുന്നു, हम उसमें 16वां वचन पढ़े. നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. मतलब हमारी आत्मा भी उसके साथ सहमति देती रहेगी. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ആത്മാവ് പറയുന്ന സാക്ഷ്യം, നമ്മൾ വെപ്രാളത്തിനിടയിൽ ദാസത്വത്തിൻ്റെ ആത്മാവ് നമ്മളിൽ സ്പിരിറ്റ് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ ഭയന്ന് നമ്മൾക്ക് ഇതൊന്നും കേൾക്കാൻ വയ്യാതെ വരും. जब आत्मा हमारे प्रति हमेशा गवाही दे रहा होता है ना, तब हम इतने घबरा जाते हैं कि घबराहट की गवाही हमारे कानों में बजती है और वही हम जोरों जोर चिल्लाकर बोलते हैं और भूल जाते हैं कि कोई एक सच्ची गवाही आपके प्रति या मेरे प्रति हो रही थी या हो चुकी थी. അതുകൊണ്ട് അലേർട്ട് ഹോ ജാവോ. इसलिए मैं चाहती हूँ कि आप सावधान रहिए. ഹല്ലേലൂയ. നമ്മളോട് കർത്താവ് പറയാ, നീ അലേർട്ട് റഹനാ. चौकस रहिए. കർത്താവ് പറയാ, ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു, क्योंकि आत्मा हमारे प्रति एक गवाही देती है. നീ ദൈവത്തിന്റെ പുത്രനാണെന്ന്, परमेश्वर का पुत्र, നീ ദൈവത്തിന്റെ പുത്രിയാണെന്ന്, तुम परमेश्वर के पुत्र, നീ ദൈവത്തിന്റെ അവകാശിയാണെന്ന്, कि तुम परमेश्वर के जन हो ക്രിസ്തുവിന് നീ കൂട്ടവകാശിയാണെന്ന്. और तुम उसके चुने हुए प्रिय जन हो. സ്തോത്രം. അവൻ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ നീ കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണെന്ന്. और उसके साथ ताकि वो महिमा पाए, तुम्हें उसके साथ कुछ कष्ट दुख उठाने होंगे. ഹല്ലേലൂയ. റോമാലേഖനം 8-16 വാക്യമാണ് ഞാൻ വായിച്ചത്. मैंने अभी रोमियो 8 का 16 और 17 पढ़ा हुआ था. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. देखिए, अगर आप चाहते हैं कि आप परमेश्वर के साथ महिमा पाएं तो आपको कुछ तो दुनिया में दुख उठाना ही पड़ेगा, ताकि आप उसके वारिस कहलाएं और संतान कहलाए जाएं. സ്തോത്രം. അപ്പോൾ നമ്മൾ കൂലിക്ക് നിൽക്കുന്ന ദാസന്മാരല്ല. हम यहाँ पे कोई ऐसे दास नहीं जिसको 5 या 10 കൂലിയോ? मिलता हो. സ്തോത്രം. കൂലിക്കാരൻ വൈകിട്ട് കൂലി കിട്ടുമ്പോൾ അവൻ അതും കൊണ്ട് അവരുടെ വീട്ടിൽ പോവുകയാണ്. और जब ऐसे लोगों को 5-10 रुपए मिल जाता है या जितना भी पैसा मिलता है वो सीधे अपने घर लेके चले जाते हैं. ഹല്ലേലൂയ. പക്ഷെ പുത്രൻ അങ്ങനെയല്ല. लेकिन पुत्र का आत्मा ऐसा नहीं. ഹല്ലേലൂയ. അവൻ സാക്ഷ്യമുള്ളവനാ. उसके पास बड़ी गवाही है. ആരും നിനക്കെതിരായിട്ട് സാക്ഷ്യം പറഞ്ഞോട്ടെ. भले ही आपके विरोध में 1 या 2 या उससे अधिक जन इकट्ठे होकर आपके विरोध में कुछ बोले, गवाही दे, तो ഗവായിക അല്ലെങ്കിൽ സാക്ഷ്യത്തിന്റെ അർത്ഥം ഇന്നതാണ്. गवाही का अर्थ ये है, കണ്ട കാര്യം അതുപോലെ പറയുക. जो देखा गया और जो सुना गया उसे बिल्कुल वैसे के वैसे ही बोल देना. വക്കീൽ എത്ര പറഞ്ഞാലും, चाहे वकील कितनी भी बार बोले, ജഡ്ജ് ആ കേസ് പ്രൊസീഡിങ്ങിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കണ്ട ഒരാൾ ഉണ്ടായിരിക്കണം. जज अगर चाहते हैं कि उस केस को खत्म करे वहीं के वहीं, तो उनको भी कोई आई विटनेस होना जरूरी है. സ്തോത്രം. വക്കീൽ പറയും, അത് 5 മണിക്കാണ് നടന്നത്. अगर वकील ने मानो ये कह दिया कि ये तो 5 बजे हुआ था ये घटना, അത് പിച്ചാത്തി കൊണ്ട് കുത്തുമായിരുന്നു. और उस घटने में वो उस स्त्री को चाकू से मार रही थी, അവര് 2 വീലറിലാണ് വന്നത്. या फिर वो 2 व्हीलर में आए हुए थे, 2 पहिए गाड़ी में आए हुए थे, അത് പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഫലാന ജഗയാണെന്ന് പറയും. और हो सकता है कि कोई फलाने जगह में वो लोग रुक गए. ഇതൊക്കെ ജഡ്ജ് കേട്ടോണ്ടിരിക്കും. जज साहब ये सुनते तो हैं ജഡ്ജ് പറയും അതെല്ലാം ശരിയാണെന്ന് പറയും. और वो कहते भी हाँ सब कुछ सही है, हाँ पे मिलाते हैं. പക്ഷെ ആരെങ്കിലും കണ്ടവരുണ്ട് അവരുടെ പേര് പറയാൻ പറയും. लेकिन उनका सवाल एक ही है, क्या आपने देखा? और अगर उसमें से देखा है तो कृपया आकर यहाँ पे पेश हो जाए. ഹല്ലേലൂയ. അപ്പം നമ്മൾക്കെതിരായിട്ട് ജോസഫിന്റെ സഹോദരങ്ങൾ പോലും അവനെതിരായിട്ട് പറഞ്ഞുവെങ്കിൽ यहाँ पे भी हम देख सकते हैं कि यूसुफ के भाई जन या मित्र जन, जितने भी जन वचन में लिखा हुआ है, बहुत सारे लोग उनके विरोध में हो गए थे. സ്തോത്രം. നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. लेकिन आपको और मुझे भयभीत होने की जरूरत है ही नहीं. ക്യോങ്കി നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ആത്മാവും വെള്ളവും രക്തവുമാണ്.
क्योंकि मेरे लिए और आपके लिए गवाही देने वाला आत्मा, जल और परमेश्वर है. ഹല്ലേലൂയ. അപ്പോൾ ആ യേശുവിൻ്റെ രക്തം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് 12:11 റെവലേഷൻ നമുക്ക് വായിച്ചു നോക്കാം. जब आत्मा, पानी और लहू आपके लिए गवाही ऑलरेडी दे रही है तो हम क्यों घबराएं? चलिए हम एक वचन निकालें. സ്തോത്രം. रेवलेशन 12:11. 12 का 11. യെസ്, ഹല്ലേലൂയ. സ്തോത്രം. ഈ സാക്ഷ്യം നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. 12 का 11 जरा हम जोर से पढ़ें. वे मेमने के लहू के कारण और अपनी गवाही के वचन के कारण उस पर जयवंत हुए और उन्होंने अपने प्राण को प्रिय न जाना, यहाँ तक कि मृत्यु भी सह ली. ഹല്ലേലൂയ. നോക്കിയേ, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. हमें यहाँ पे वचन में लिखा हुआ है कि वे मेमने के लहू के कारण और उनकी गवाही के वचन के कारण जयवंत हुए. യെസ്, അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. They triumphed over him by the blood of the Lamb and by the word of their testimony. They did not love their lives so much as to shrink from death. ഹല്ലേലൂയ. അപ്പം യേശുവിൻ്റെ രക്തത്താൽ എനിക്കും നിനക്കും ജയമുണ്ട്. So if you want to conquer, you have to give the testimony in front of the Lord. അതുകൊണ്ട് നിന്റെ ആത്മാവ് സാക്ഷ്യം പറയുമ്പോൾ തന്നെ और जब आपकी आत्मा गवाही दे रही होती है तो നീ സ്വയം നീ തന്നെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. और अपने आप में भी आप ये गवाही बार बार उमड़ता जाना चाहिए. എനിക്കറിയാം ഞാൻ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. और आप बोलना चाहिए कि प्रभु परमेश्वर, मैंने ये गलती नहीं की, आप जानते हैं. പിശാചിനെയും വിളിക്കണം. और उस शैतान को भी बुलाएं. പിശാചെ, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോൾ എന്നെ കാണിച്ചു തരണം, പറയണമെന്ന് പറയണം. और अगर उस शैतान को बुलाकर आपको ये कहना चाहिए, बता मैंने कहाँ गलती करी थी, मुझे दिखा तो दी कहाँ पे थी. ആ പാവം പിശാചിന് വരാൻ പറ്റത്തില്ല. और वो शैतान बेचारा छिप जाएगा. കാരണം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ അവൻ പൊട്ടിത്തെറിച്ച് അവൻ ചിതറിപ്പോകും. क्योंकि जब परमेश्वर के वचनों का अधिकार वाला वचन का शक्ति से सुनेगा तो वो वही का वही फूट कर मर जाएगा. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. എന്ത് ക്രൈമാണ് നിനക്ക് വിരോധമായിട്ട് എഴുന്നേറ്റതെങ്കിലും कुछ भी घातक केसेस आपके पास क्यों ना हो, कोई भी बड़े बड़े क्राइम आपने क्यों ना किया हो, आपके विरोध में उठे ना हो, ഹല്ലേലൂയ. ആ യേശു അപ്പച്ചന് സാക്ഷ്യം എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും പറയുന്നു. लेकिन परमेश्वर की एक ही गवाही है मेरे प्रति और आपके प्रति. 24 hours നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 24 घंटे परमेश्वर यही दोहराते हैं. 24 hours നിന്നെക്കുറിച്ച് ചിലപ്പോൾ മറ്റുള്ളവർ വേറെ വല്ലതുമായിരിക്കും പറയുന്നത്. हो सकता है ये 24 घंटे आपके प्रति बोलने वाले बहुत सारे होंगे, हो सकता है उनकी संख्या भी बहुत अधिक होगी. ഹല്ലേലൂയ. പക്ഷേ നീ ആ ദൈവത്തിന്റെ റിസറക്ഷൻ പവറിൽ സ്തോത്രം നീ വിശ്വസിച്ചേറ്റു പറയണം. लेकिन उस जीवते परमेश्वर की शक्ति में आपको खुद ब खुद बोलना है कि मेरा परमेश्वर मेरे लिए गवाही दे चुके. സ്തോത്രം. ആ ഉയർപ്പിന്റെ പവർ നിന്നെ ഭരിക്കണം. और वही जीवते परमेश्वर को आपके नाम का, परमेश्वर के नाम का महिमा पुकारना है. ഹല്ലേലൂയ. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരാളുടെ ഒപ്പീനിയൻ അല്ല. सुनिए, ये जो गवाही आप देते हैं या फिर मैं देती हूँ, वो किसी के प्रति जो है ओपिनियन नहीं है, അഭിപ്രായമല്ല. वो किसी का अभिप्राय അത് नहीं, റിയാലിറ്റിയാണ്. वो सच्चाई है. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വതന്ത്ര ലോക മനുഷ്യരെ എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആരെയെങ്കിലും കുറിച്ച് ഇന്ന് അപമാനത്തിൻ്റെയോ കള്ളത്തിൻ്റെയോ മോഷണത്തിൻ്റെയോ വേദനകളുടെ വാക്കുകൾ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ कई बार लोग बाग आपको नाना प्रकार की निंदाओं से, परेशानियों से आपको बार बार कोसते हैं, घबराते हैं. आप भी कई बार उनकी बातें सुनकर आपको घबराने की जरूरत नहीं है. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 Korinthi 10:11 നമ്മൾ പറയാറുണ്ടായിരുന്നു. 2 Korinthi 2:11. സ്തോത്രം. ഒന്ന് വായിക്കാം. 2 Korinthi 2. कि शैतान का हम पर दाव न चले क्योंकि हम उसकी युक्तियों से अनजान नहीं है. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. യെസ്. അപ്പോൾ നമ്മൾക്ക് സാത്താനെ കുറിച്ച് ഭയങ്കര അറിവുണ്ടായിരിക്കണം. देखिए, हमें शैतान के बारे में भी उतना जानना जरूरी है. കാരണം അവൻ നമ്മളിലെ ഒരു 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 എന്തോ അതിന് പറയുന്നത് സെർവന്റിന്റെ ആത്മാവ്, ഇറ്റ് മീൻസ് ഭയത്തിന്റെ ഒരു ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുതരും. क्योंकि शैतान कई बार भय का, नाना प्रकार के डर और घबराहट का आत्मा आपके अंदर और मेरे अंदर भी भर देते हैं. क्योंकि നമ്മൾ അവകാശികളാണ്. क्योंकि हम परमेश्वर के वारिस हैं. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. हम परमेश्वर की संतान हैं. അപ്പോൾ നമ്മൾ അകത്ത് വന്ന് അനുഗ്രഹം മേടിച്ചോണ്ട് പോകണം. और अगर
वो संतान और वारिस है तो आप अंदर घुसकर उस आशीष को എന്നാൽ बीते हुए चले। കൂലിക്ക് നിൽക്കുന്ന ദാസനാണെങ്കിൽ लेकिन अगर आप दासत्व के आत्मा में आए हुए हैं, നിനക്ക് വെളിയിൽ നിന്ന് വല്ലതും കിട്ടുന്നതും മേടിച്ചോണ്ട് പോകാനേ പറ്റും. बाहर जो मिलता है ना कुछ भी कचरा या फिर जो रखा हुआ है, नहीं नहीं, मालिक मतलब मालिक के घर के अंदर नहीं जाती, मतलब जो नौकर वो बाहर से हम देती है, लो तुम्हारी आज का കൂലി. Amen. യെസ്, Hallelujah. ഹല്ലേലൂയ. അപ്പം ഈ കൂലിക്ക് നിൽക്കുന്ന ദാസൻ വെളിയിൽ നിന്ന് മേടിച്ചോണ്ടങ്ങ് പോകത്തേ ഉള്ളൂ. और जो ऐसी चीज के लिए आया हुआ है कि बेरोजगारी में चलो पैसे लेके चला जाएगा, वो अपना पैसा लेकर जाता है, बाहर कुछ रखा हुआ पड़ा हुआ तो वो भी बेचारा लेके जाता है, लेकिन घर के अंदर उस घुसने की अनुमति उसको नहीं है. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരി സഹോദരന്മാർ, और अगर मुझे सुनने वाले मेरे प्रिय मित्रों, मेरे भाई बहनों, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ, आप कोई भी परेशानियों में बंधे हुए क्यों ना हो, നിങ്ങളുടെ കയ്യിൽ ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ, अगर आपके पास एक गवाही है, നിങ്ങളുടെ ആത്മാവ് സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ, और अगर आपकी आत्मा आपके प्रति एक अच्छी गवाही देती है, तो വചനത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, और अगर आप परमेश्वर के उस वचन को विश्वास कर पा रहे हैं, എനിക്ക് വേണ്ടി ആത്മാവും വെള്ളവും രക്തവും ഒരുപോലെ സാക്ഷ്യം പറയുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, आप विश्वास कर सकते हैं कि आत्मा, जल और परमेश्वर का लहू आपके लिए अच्छी बातें कह रही हैं, ഹല്ലേലൂയ. ക്യോങ്കി സാക്ഷ്യത്തിന് ഭയങ്കര പവറാണ്. क्योंकि गवाही में बहुत बड़ा दम है. മരണങ്ങൾ പോലും വഴിമാറി നിൽക്കും. चाहे मृत्यु भी क्यों ना हो, वो भी इधर उधर अलग हो जाती है. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് ക്രൈമാണ് നിന്റെ മേളിൽ വെച്ച് കിട്ടിയാലും, आपकी परेशानी चाहे कितनी भी बड़ी हो, वो आर पार होकर खुद ब खुद नष्ट होने जा रही है. നിന്റെ കയ്യിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. और अगर आपको आप देखना चाहते हैं तो उस गवाही को पकड़े रखिए. ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന്. और आपका आत्मा और मेरा आत्मा बार बार गुनगुनाना चाहिए, नहीं मैंने ऐसा कोई गलती किया ही नहीं है, मैं परमेश्वर का एक अच्छा दास हूँ. ഹല്ലേലൂയ. നിനക്കെതിരായി വന്ന എല്ലാ വിരോധങ്ങളും ഇപ്പോൾ അവർക്ക് വേണ്ടി തിരിയാൻ പോവുകയാണ്. और जो भी विरोध आपके प्रति है वो सब उन विरोधियों के ही ऊपर जा रहा है. आमेन. ഓ പൾട്ടാ ലേനെ വാലാ ഹൈ. और वो पलटा लेने वाले हैं. അതുകൊണ്ടാണ് സങ്കീർത്തനം 7 തോന്നുന്നു പറയുന്നത്, इसलिए भजन संहिता 7 में लिखा हुआ है, എൻ്റെ ശത്രുവിൻ്റെ അവരുടെ വേണ്ടദാനം അവരുടെ തൊണ്ടയിലേക്ക് അവരുടെ തലയിലേക്ക് തിരിയുമാറാകട്ടെ എന്നൊരു വചനം പറയുന്നുണ്ട്. इसलिए वचन में लिखा हुआ है कि उनका 7 का उनका उत्पात उन्हीं के ऊपर पलट कर उनके सिर पर पड़ जाए. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദോഷ തിരിച്ചിടുന്നത് പോലെയാണ് ഈ വചനം കേൾക്കുമ്പോൾ സ്തോത്രം, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കുരുക്ക് അവരുടെ തലയിൽ പിന്നെയും തിരിച്ചു ചെല്ലുന്നത്. देखिए जब हम वचन को पढ़ते हैं और दोषा को इस प्रकार ऊपर नीचे करके पलट करते देते हैं या पलटते हैं, वैसे ही हम ऐसे उत्पातों को परमेश्वर यीशु के नाम से पलट कर उनके ऊपर डालने जा रहे हैं. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇന്ന് ഈ വചനം എൻ്റെ ആ കുരുക്കി കിടക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗത്തിലെ തമ്പുരാൻ പൾട്ടാ ദേനെ വാലാ ഹൈ? क्या आप ये विश्वास करते हैं नाना प्रकार के परेशानियां, नाना प्रकार के कष्ट और क्लेश के बंधने जब आपको बार बार गिरा रही है या ढकेल रही है या आपको बांध रही है, यीशु के नाम से अभी के अभी यीशु नासरी के नाम से पलटने जा रहा है. യേശുവിന്റെ നാമത്തിൽ आमेन. ഹല്ലേലൂയ. नाम से उन्हीं के सिर पर पड़ने वाला ഈ വചൻ സ്തോത്രം ഞങ്ങൾ സ്പ്രെഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. और हम यही वचन परमेश्वर के इसी वचन को इधर उधर हर जगह हम स्प्रेड कर रहे हैं. ദൈവത്തിന്റെ പൈതങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദുഷ്ട പിശാചിനെ ഇപ്പോൾ നമ്മൾ വലിച്ചു കീറി പരിശുദ്ധാത്മാവിന്റെ തീയിലിട്ട് കത്തിച്ചു കളയാൻ പോകുന്നു. अगर परमेश्वर के कोई भी दास या दासी जन के ऊपर कोई भी झूठा इंजाम या कोई विरोधी आत्मा भटक रहा है, यीशु के नाम से मैं उसे अभी के अभी भगा देती हूँ. ആമേൻ. ദൈവമക്കളുടെ ഇടയിൽ നിന്ന് വഴക്കും പ്രശ്നങ്ങളും നിരാശകളും ആത്മഹത്യയുടെ ചിന്തകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോൻ കൽപ്പിക്കുന്നു. परमेश्वर के जनों में से जितने भी झगड़े हो, जितने भी बड़ी परेशानियां हो, धोखे हो, यीशु के नाम से मैं परमेश्वर के वचन को लेकर उसे बहाल कर देती. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ തെറ്റിച്ച് കളയാൻ നോക്കുന്ന ദുഷ്ടാത്മാവിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയിലടി ചുട്ടുകളയും. परमेश्वर के पवित्र जनों के नन्हे नन्हे बच्चों को या बढ़ते हुए बच्चों को अगर कोई भी ऐसी आत्मा जो उन्हें नाना प्रकार के दुनिया में लेके जा रही, यीशु के नाम से वचन का तलवार उठाकर आमेन. यीशु के नाम से हालेलुया.
ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക, ഈ വചനം നിങ്ങളെ വിടുവിക്കാൻ പോവാണ്. और अगर आप इस बात पर विश्वास करते हैं, ये वचन परमेश्वर के नाम से तुम्हें छुटकारा देने जा रहा है. ആമേൻ. ഇത് നിനക്ക് മാത്രം വിടുതൽ മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്. सिर्फ छुटकारा अकेले नहीं, ശത്രുവിന്റെ മേൽ പൾട്ടാ देने वाला പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പോവാണ്. शत्रु के ऊपर पलटा देने वाला परमेश्वर का पवित्र आत्मा मुझ में और तुझ में वास करने जा रहा है. പറ, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. आप ये मेरे साथ दोहराए कि मैं परमेश्वर का पवित्र जन हूँ. അബ്ബ പിതാവ് എന്ന് വിളിക്കാനുള്ള അഭിഷേകം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. अब्बा पिता करके पुकारने वाला पुत्रत्व का आत्मा मुझ में और आप में समा गया है. ഇത് എത്ര ദൂരത്താണെങ്കിലും ഈ ദൈവത്തിന്റെ വചനം ഇപ്പോൾ ചെന്ന് വിടുവിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. चाहे आप मुझसे कितने भी मीलों दूर क्यों ना हो, लेकिन ये वचन तेज वहां तक वेग पर पहुंच जाएगा. യേശുവിന്റെ വചനത്തിന്റെ നെറ്റ് ഞങ്ങൾ സ്പ്രെഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. वेग से पहुंचने वाला परमेश्वर के वचन का जाल मैं उन सबको उसी के अंदर घुसा देती हूँ जो विरोधी आत्मा. ഇപ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങാൻ और പോകും. परमेश्वर का पवित्र आत्मा मुझे देखने वालों के ऊपर अभी के अभी आ रहा है. ഓ, നമ്മൾ കൈയടിച്ച് ആരാധിക്കുമ്പോൾ जब हम यहाँ पर बैठकर ताली बजाकर परमेश्वर के नाम की स्तुति और आराधना करते हैं, എത്ര വലിയ ശത്രുവാണെങ്കിലും चाहे कितना भी बड़ा शत्रु क्यों ना हो, സ്വത്ര അഭി ഉസ്കാ താക്കത്ത് ഖതം ഹോനെ വാലാ ഹൈ. अभी के अभी അവന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോകുന്നു. അന്തല രീതല ഭൗഷികല ബരബ അധികന രീതല ഭൗഷികല ബരബ സന്തല അതല രീബല ഭൗഷികല ബരബ സന്തല ഭൗതികല കരകര ഭൗതികന രിഗന രീബല ഭൗഷല ഭൗതികല ബരബ സന്തല അഭിക്ക് ഫ്രീ ഹോ ജായ്. ദൈവമേ, മോശയോട് സ്വത്ര ദൈവം കൽപ്പിച്ചു, मूसा को परमेश्वर ने कहा, നീ എന്തിനാ നിലവിളിക്കുന്നത്? तू क्यों रोता है, നീ എന്തിനാ ദുഹായി ദേത്താ है? क्यों दुहाई देता है. സ്വത്രം, നീ നിന്റെ ഹാത്ത് കോ ബടാവോ, अपने हाथ को तुम സമുദ്ര के ऊपर ബടാവോ. സമുദ്രത്തിന്റെ മേളിൽ നിന്റെ കൈ ഒന്ന് ഉയർത്തിയേ. നിന്റെ കൈക്ക് അത്രയ്ക്ക് അഭിഷേകമാണ്. तुम्हारे हाथों में वो शक्ति है. Stretch out your hand. यीशु के नाम से अभी के अभी आप भी अपने ആ വിഷയത്തിന്റെ परेशानी के മുന്നിൽ मध्य में अपने हाथ को ऊंचा उठाएं. ഹല്ലേലൂയ. നമ്മളുടെ കൈ അവിടെ ഉയർത്തുമ്പോൾ തന്നെ और जब हम अपने हाथों को ऐसे ऊंचा उठाते हैं, ഉസി വത്ത് ആ വെള്ളം ഡിവൈഡ് ഇൻടു 2 പാർട്സ് എന്ന്. हालेलुया, और वही जल, वही पानी, वही बहुतेरा जल यीशु के नाम से इधर उधर भाग होने जा रहा है. സ്വത്രം, എന്നിട്ട് നീ ഉണങ്ങിയ നിലത്തൂടെ പോകും. और जब वो भाग हो चुका है, ഹല്ലേലൂയ. सूखे जमीन पर चल सकते. യെസ്, ഹല്ലേലൂയ. അവരെല്ലാം രക്ഷപ്പെട്ടു വന്നപ്പോൾ जब वो लोग छुड़ाए हुए जन कहलाए गए, नहीं तो जब वो लोग बचकर निकल आए, तब मूसा से बोला, दोबारा तू हाथ बढ़ाओ. പിന്നെ മോശയോട് പറഞ്ഞു, നീ കൈ ഒന്ന് പിന്നെ ഒന്ന് ഉയർത്തിയേ. ഇന്ന് നീ എവിടെയാണെങ്കിലും നിന്റെ കൈ ഉയർത്താം. Wherever you are, I want you to stretch your hands in നിന്റെ the mighty name of God. യെസ്, നിന്റെ കൈ സ്വത്രം മലർത്താം. और मैं चाहती हूँ कि आप अपने हाथों को इस प्रकार उठाएं कि परमेश्वर से आप कुछ मांग रहे हैं. ഹല്ലേലൂയ. നീ ആ വിഷയത്തിന്റെ മേൽ കൈ ഉയർത്തുമ്പോൾ और जब आप अपने विषयों के मध्य में अपने हाथ को ऊंचा उठा कर रखते हैं, ഇന്ന് പിശാചും ആ മനുഷ്യരും തമ്മിൽ സ്വത്രം രണ്ടാകാൻ പോവാണ്. और उस मनुष्य और शत्रु की सामर्थ या शैतान की सामर्थ अभी के अभी विभाजित होने जा रही है. യെസ്, ഹല്ലേലൂയ. അതിന്റെ ശക്തി ഇപ്പോൾ ക്ഷയിച്ചു പോകാൻ और പോവാണ്. अभी के अभी उसकी शक्ति बलहीनता में बदलती जा रही ഹല്ലേലൂയ. രണ്ടാമത് നീ കൈ നീട്ടിയാൽ है. जब दूसरे बार आप अपने हाथों को उठाते हैं, ആ വെള്ളത്തിലെ ശത്രുവിനെ മുക്കിക്കൊന്നു കളയാൻ നിനക്ക് കഴിയും. तब आप अपने आप को छुड़ाने के लिए अकेले नहीं, उस शत्रु को डुबाने के लिए हाथ को ऊंचा खड़ा करते हैं. നിന്റെ കൈ അത്രയ്ക്ക് പവറാണ്. क्योंकि आपके हाथों में वो शक्ति, ക്യോങ്കി ഈ കൈ നിന്റെ അല്ല, क्योंकि ये शक्तिशाली हाथ आपके अकेले नहीं, കർത്താവിന്റെ ഇമേജിൽ ഉണ്ടാക്കിയ കൈ. ഇത് കർത്താവിന്റെ കൈയാണ്. परमेश्वर का बनाया हुआ തല രീതല हाथ है. ഭൗഷികല ബരബ സന്തല. നിന്റെ വിഷയത്തിന് മേൽ നിന്ന് കൈ ഉയർത്താം. चलिए उठाइए अपने हाथ को उस विषयों के ऊपर, उस चीजों के ऊपर, उस चीजों के मध्य में जो आपको परेशान कर रही है, रातों रात नींद नहीं देती है. സ്വത്ര ആ വിഷയത്തിന് മേൽ കൈ നീട്ടിയാൽ अपने हाथ को जब आप उठाते हैं, സ്വത്ര അത് ഇന്ന് നിനക്ക് വേണ്ടി പിളരാൻ പോകുക. और अभी के अभी वो विभाजित होकर दो भाग हो रहा है. उससे तू अपमान नहीं सम्मान होने वाली है. അപ്പം നിങ്ങൾ അപമാനിതവരല്ല, മാനിക്കപ്പെടാൻ. ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ ഇത് കേൾക്കാൻ റെഡിയാണോ? क्या आप ये सुनने के लिए तैयार हैं? നിങ്ങൾക്ക് ഇന്നൊരു വലിയ മിറക്കിൾ ദൈവം തരും. परमेश्वर अभी के अभी के एक अद्भुत कार्य आपके आंखों के सामने करने जा ആ रहे हैं, വിഷയത്തിൽ ഒരു സമാധാനം और അയക്കും. उस बातों से आपको शांति प्रदान करने जा रहे हैं. ഡെറോമത്ത് എന്നാ പറഞ്ഞത്.
പേടിക്കാൻ സ്തോത്രം. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടണേ, നിന്നോട് കൂടെ എന്നുള്ള വചനം നിങ്ങളെ ഭരിക്കുമാറാകട്ടെ. Fear not, for I am with thee. This is the word of God speaking to you tonight. സ്തോത്ര. ഇന്ന് രാത്രി കർത്താവിന് ഡീൽ ചെയ്യാൻ കൊടുത്തിരിക്കുക വിഷയം. क्या आप अपनी सारी बातों को उस परमेश्वर के हाथ में सौंप देते हैं ताकि वो आपके लिए कुछ करे? प्रभु इस वचन द्वारा हम सबको आशीष May करे. God bless you from these verses. Amen. हालेलुया. Hallelujah. प्रेज द लॉर्ड. Glory.